നമസ്കാരം. പ്രധാന വാർത്തകൾ. ചിത്രയുടെ പരാമർശം വിവാദമാക്കേണ്ടതില്ല. MDക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, പ്രതികരിച്ച് മന്ത്രി സജി ചെറിയാൻ. വാക്കുപാലിച്ച് സർക്കാർ. ഇടുക്കിയിലെ കുട്ടി കർഷകർക്ക് 5 പശുക്കളെ കൈമാറി ജെ ചിഞ്ചുറാണി. പിടിമുറുക്കി പരിക്ക്. കെയ്ൻ വില്യംസിന് വീണ്ടും തിരിച്ചടി. വാർത്തകൾ വിശദമായി. രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഗായിക ചിത്രയുടെ പരാമർശം വിവാദമാക്കേണ്ടതില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. രാമക്ഷേത്രം പണിയാൻ സുപ്രീം കോടതി അനുമതി കൊടുത്തതല്ലെന്നും വിശ്വാസമുള്ളവർക്ക് പോകാം, വിശ്വാസമില്ലാത്തവർക്ക് പോകാതിരിക്കാമെന്നും അദ്ദേഹം പ്രതികരിച്ചു. ആർക്കും അഭിപ്രായങ്ങൾ പറയാമെന്ന് പറഞ്ഞ മന്ത്രി MT വാസുദേവൻ നായർക്കും അഭിപ്രായം പറയാൻ അധികാരമുണ്ടെന്നും ഒന്നും വിവാദമാക്കേണ്ട കാര്യമില്ലെന്നും വ്യക്തമാക്കി. ഇടുക്കി ജില്ലയിലെ കുട്ടി ക്ഷീര കർഷകനായ മാത്യു ബെന്നിക്കും കുടുംബത്തിനും 5 പശുക്കളെ കൈമാറി. ക്ഷീരവികസന വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി മാത്യു ബെന്നിയുടെ വീട്ടിലെത്തിയാണ് പശുക്കളെ കൈമാറിയത്. ആരുടെയും ഉള്ളുലയ്ക്കുന്ന സംഭവമായിരുന്നു ഇടുക്കി വെള്ളിയാമറ്റത്ത് നടന്നത്. 2021 മികച്ച കുട്ടിക്ഷീര കർഷകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ മാത്യു ബെന്നിയും കുടുംബവും വളർത്തുന്ന 13 പശുക്കളാണ് ചത്തുവീണത്. വിഷമത്തിൽ തളർന്ന് ആശുപത്രിയിലായ മാത്യു ബെന്നിയെ അന്നു തന്നെ സംസ്ഥാന ക്ഷീരവികസന വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു. എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിരുന്നു. ഇനി കായിക വാർത്ത. ന്യൂസിലൻഡ് ക്യാപ്റ്റൻ കെയ്ൻ വില്യംസിന് വീണ്ടും തിരിച്ചടി. പരിക്കിനെ തുടർന്ന് മാറി നിന്ന സമീപകാലത്ത് തിരിച്ചെത്തിയ വില്യംസൺ പാകിസ്ഥാനെതിരായ T20 പരമ്പരയിലെ അവസാന 3 മത്സരങ്ങളിൽ നിന്ന് പുറത്തായി. തുടയിലെ ഞരമ്പിനേറ്റ പരിക്കാണ് വില്യംസിന് വിനയായത്. 2ാം T20യിൽ ബാറ്റ് ചെയ്യുന്നതിനിടെ താരം റിട്ടയർഡ് ഹാർട്ടായി മടങ്ങിയിരുന്നു. വരാനിരിക്കുന്ന ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിൽ വില്യംസൺ തിരിച്ചെത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കി. വാർത്തകൾ അവസാനിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.